ആലപ്പുഴയിലേക്ക് പോയാൽ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് കുടുംബം പെരുവഴിയിലായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനു സജീവിന്റെ വീടാണ് ബാങ്ക് ജപ്തി ചെയ്തത്. ക്യാൻസർ രോഗിയായ അച്ഛനെയും അമ്മയെയും പുറത്താക്കിയാണ് ബാങ്കിന്റെ നടപടിയെന്നും വീട്ടിൽ ആളില്ലാത്തപ്പോഴാണ് ജപ്തി ചെയ്തത് എന്നും കുടുംബം ആരോപിച്ചു. എൻ്റെ ക്യാൻസർ പേഷ്യൻ്റായ എൻ്റെ അച്ഛനും എൻ്റെ മോളും മാത്രമേ ഉള്ളായിരുന്നു. ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ബാങ്കിൽ നിന്ന് ഒരു പോലീസുകാരൊക്കെ ആയിട്ട് വന്ന് വീടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കൊടുക്കണം, സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി കൊടുക്കണമെന്നും പറഞ്ഞ് അവരെ വെളിയിലിറക്കി പൂട്ടിക്കൊണ്ടുപോയി. ഞാനിത് അറിഞ്ഞ് 3 മണിയായി ഓടിയെത്തിയപ്പോഴത്തേക്കും ഇവിടെ അവർ ആക്സിസ് ബാങ്കുകാർ ഏതോ പ്രൈവറ്റ് ഏജൻസി MSF എന്നും പറഞ്ഞ് എറണാകുളത്തുള്ള ഒരു ഏജൻസിയെ ഇത് ഏൽപ്പിച്ചേക്കും. ആ ഏജൻസിയുടെ ഒരാൾ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് രാത്രി ഇത്രയും വൈകിട്ടും ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുക. നമുക്ക് വീടിനകത്തോട്ട് കയറാനോ, അച്ഛനെ 8 വർഷമായിട്ട് ക്യാൻസർ വന്ന് നാക്ക് മുറിച്ച് മാറ്റിയ ഒരാളാണ്. അച്ഛന് ഭക്ഷണം കഴിക്കത്തില്ല. അച്ഛൻ്റെ ആഹാരമെല്ലാം പാലും ചായയൊക്കെ ആയിട്ടാണ്. അച്ഛൻ്റെ മരുന്നുകളടക്കം ഈ പെരയ്ക്കുള്ളിലാണ്. അതുപോലെ എടുക്കാൻ ഒരു സാഹചര്യം കൊടുക്കാതാണ് ഇന്ന് ബാങ്കുകാർ ഈ വിധത്തിലൊരു നടപടിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. തികച്ചും മനുഷ്യത്വരഹിതമായൊരു സമീപനമാണ്, നടപടിയാണ് ഇവിടെ ഉണ്ടായത്. ഒരു ദളിത് കുടുംബം, ആ കുടുംബത്തിലെ മുതിർന്നയാൾ, അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കീമോയ്ക്ക് വിധേയനായി വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹം അടക്കമുള്ളവരെ വീടിന് പുറത്താക്കി, വീട് മരുന്ന് പോലും എടുക്കാൻ അവസരം കൊടുക്കാതെ വീട് പൂട്ടിക്കൊണ്ടുപോയ നടപടി, അത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ സമീപനമാണ്. ഈ സംഭവം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പൊതുപ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളിത് സംബന്ധിച്ച് നിയമപരമായി തന്നെ ആലോചിച്ച് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകും. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ഈ കഴിഞ്ഞ രാത്രി ഈ കുടുംബം ആ വീടിന് പുറത്തു തന്നെ കഴിയുകയായിരുന്നോ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒക്കെ ശ്രമിക്കുന്നുണ്ടോ? ദിവ്യ, ഇക്കഴിഞ്ഞ രാത്രി, ഇന്നലെ ഉച്ചക്കാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ രാത്രിയും അവർ ആ വീടിന് സമീപത്ത് തന്നെ കഴിയുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ആക്സിസ് ബാങ്ക് അധികൃതർ എത്തിയാണ് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനു സജീവിൻ്റെ വീട്ടിലെത്തി ഈ ജപ്തി ചെയ്യുന്നത്. ആ സമയത്ത് ഈ മീനു സജീവ് കൊല്ലത്തായിരുന്നു. അതുപോലെ അവരുടെ അമ്മ തൊഴിലുറപ്പ് ജോലിക്ക് പോവുകയായിരുന്നു. ഈ വീട്ടിലുണ്ടായിരുന്നത് ഈ ക്യാൻസർ രോഗിയായ പിതാവും ഈ 2 കുട്ടികളും മാത്രമായിരുന്നു. ഇവരെ പുറത്താക്കിയാണ് വീട് ജപ്തി ചെയ്യുന്ന നടപടിയിലേക്ക് ആക്സിസ് ബാങ്ക് അധികൃതർ കടന്നത്. പോലീസുമായി എത്തിയാണ് ഇവർ ജപ്തി ചെയ്തതെന്നാണ് ഈ കുടുംബം പറയുന്നത്. പിതാവിൻ്റെ ക്യാൻസർ രോഗിയായ പിതാവിൻ്റെ മരുന്ന് പോലും എടുക്കാൻ ഇവർ സമ്മതിച്ചില്ല എന്നും ഈ കുടുംബം പറയുന്നുണ്ട്. ഏതായാലും കടുത്ത നടപടിയാണ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ഏതായാലും ഇവർ ഇപ്പോഴും ഈ പെരുവഴിയിൽ തന്നെ കഴിയുകയാണ്. വീടിനകത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ എടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു നടപടിയാണെന്നാണ്, അതായത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് വീട് ജപ്തി ചെയ്യാനുള്ള ഒരു നടപടിയുമായി ബാങ്ക് അധികൃതർ മുന്നോട്ട് പോയത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. ഏതായാലും ഇവർ ഇപ്പോഴും ആ വീടിൻ്റെ പരിസരത്ത് തന്നെ കഴിയുകയാണ്. ദിവ്യ.